നമസ്കാരം. നമ്മുടെ ചാനലിൽ ഒരുപാട് സ്മാർട്ട് ഫോൺസ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോൺ അൺബോക്സ് ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു. എൻ്റെ അടുത്ത് പലരും കമന്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടിയ ഫോണുകൾ എടുക്കാൻ ആഗ്രഹമുണ്ട്, അതുപോലെ ഒരു ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ഏകദേശം ഒരു 30,000 റുപ്പീസിന്റെ അണ്ടറിലുള്ള ഫോണുകളെ നമ്മൾ ഇന്നേ വരെ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ അത്തരത്തിലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. OnePlusന്റെ ഏറ്റവും പുതിയ മോഡലായ OnePlus 8T. ഇന്ന് ഇവന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇവന്റെ അൺബോക്സിംഗും ഇനിഷ്യൽ ഇംപ്രഷൻസുമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. എന്റെ ചാനൽ എനിക്ക് ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്ത ഫോൺ തന്നെ എനിക്ക് OnePlusന്റെ നോഡായിരുന്നു. അത് ആ നോഡ് ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം ഇതുവരെ OnePlusന്റെ ഒരു മോഡൽ പോലും നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. കാരണം OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഫോൺ തന്നെ എനിക്ക് കിട്ടി എന്നത് വളരെ സന്തോഷം തരുന്നു. അപ്പൊ നമുക്ക് OnePlus 8T നമുക്ക് ബോക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ വന്നിരിക്കുന്ന ഈ ഒരു ബോക്സ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് കാണാം, മൊത്തത്തിലൊരു റെഡ് മയമാണ്. മൊത്തത്തിൽ ഒരു വളരെ വലിപ്പം കൂടിയ ഒരു ബോക്സ് ആണ് നമുക്ക് OnePlus 8T വരുന്നത്. അതുപോലെ ഫ്രണ്ടിലായിട്ട് ഇത്തരത്തിൽ 8T എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല, വൃത്തിയിടാക്കിയിട്ടില്ല ബോക്സ് OnePlus 8T. അതുപോലെ ബാക്കിലായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 45,999 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 2020 മാനുഫാക്ചർ ചെയ്ത ഫോണാണ്. പിന്നെ ബോക്സിനകത്തുള്ള നെറ്റ് കണ്ടന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാനുഫാക്ചർഡ് ബൈ ഒപ്പോ മൊബൈൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ കൺസ്യൂമർ കെയർ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണിന്റെ കളർ വേരിയന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അക്വാ മറൈൻ ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ സാർ വാല്യൂ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1.07 W/kg ആണ് ഹെഡിന്. അതുപോലെ തന്നെ 0.85 W/kg ആണ് ബോഡിക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റാമും റോം വേരിയന്റും കൂടെ പറയാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തി എടുത്തിരിക്കുന്ന ഫോൺ വേരിയന്റ് 12GB റാമും 256GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റ് ആണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്ത് എന്തൊക്കെ കണ്ടന്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ബോക്സ് നേരെ ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോണാണ് അവർ വെച്ചിരിക്കുന്നത്. നെവർ സെറ്റിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഫോണിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മറ്റെന്തൊക്കെയുണ്ട് ബോക്സിന്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പറയാതിരിക്കാൻ വയ്യ, വളരെ മികച്ച ഒരു പാക്കിംഗ് ആണ് ഫോൺ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോക്സിന്റെ അകത്ത് എന്തൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നൽകിയിട്ടുണ്ട്. OnePlusന്റെ തന്നെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണ്. അതുപോലെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അവർ നൽകിയിട്ടുണ്ട്. പിന്നെ നോഡിലൊക്കെ വന്ന പോലെ തന്നെ റെഡ് കേബിൾ ക്ലബ് മെമ്പർഷിപ്പിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാർ വാല്യൂ ഡീറ്റെയിൽസ് അവർ പ്രത്യേകം ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇവിടെ വായിക്കുന്നില്ല. അതുപോലെ തന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ ഗൈഡ്. ഇത്രയാണ് ആ ഒരു ബോക്സിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മുടെ ബോക്സിന്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അവിടെ നെവർ സെറ്റിൽ എന്ന് ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കേസൊക്കെ തന്നെയാണ്. പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ഒന്നുമല്ല, ചെറുതായിട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടൈപ്പ് സി ടു ടൈപ്പ് സി പവർ കോഡാണ് ഇത് നൽകിയിരിക്കുന്നത്. രണ്ടറ്റവും ടൈപ്പ് സി തന്നെയാണ്. അതാണ്ട് ഇത്തരത്തിൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകം കവർ ചെയ്താണ് നമ്മുടെ ആ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജർ കൊടുത്തിരിക്കുന്നത്. 65 വാട്ടിന്റെ ഒരു പവർഫുൾ അഡാപ്റ്റർ തന്നെയാണ് ഈ OnePlus 8Tയോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമുക്ക് ലാപ്ടോപ്പ് പോലും ചാർജ് ചെയ്യാൻ കഴിയും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചാർജറാണ് OnePlus പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്.
ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 4500 മെഗാഹെർട്സിന്റെ ലിഥിയം-അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 4500 മെഗാഹെർട്സ് ബാറ്ററിക്ക് അവർ നൽകിയിരിക്കുന്നത് 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഏകദേശം ഒരു 39 മിനിറ്റ്സിന്റെ അകത്ത് തന്നെ നമുക്ക് 0 to 100% ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഈ ഫോണിന് നൽകിയിരിക്കുന്നത് ഈ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയാണ്. അപ്പം നേരത്തെ ഞാൻ ബോക്സ് പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഒരു കാര്യം കാണിക്കാൻ നിങ്ങൾ വിട്ടുപോയി, എന്റെ തെറ്റാണ്, ക്ഷമിക്കുക. എല്ലാവരും ഇടയിരുന്നു വേണ്ട. ഇത്തരത്തിൽ OnePlusന്റെ കുറെ സ്റ്റിക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലും ഫോണിലും എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഐഫോണിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റുമോ, സോറി കേട്ടോ. അപ്പൊ നമുക്ക് ഫോണിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. വാ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു പറഞ്ഞ കളർ വേരിയന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ മികച്ചൊരു ഡിസൈൻ തന്നെ ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ഫോൺ കാണുമ്പോൾ ആദ്യം തന്നെ തോന്നുന്നത് OnePlus നോഡുമായിട്ട് വളരെ ഒരു സാമ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറ മുടിയുള്ള കാര്യമല്ല ഉദ്ദേശിച്ചത്, പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു നോഡുമായിട്ട് വളരെ ഒരു സാമ്യം ഫീൽ ചെയ്യുന്നുണ്ട്. OnePlus 8 പോലും അല്ല, നോഡുമായിട്ടൊരു ബന്ധം തോന്നുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഡിസൈനാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അപ്പം കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ വളരെ സ്മൂത്ത് ആണ്, വളരെ കംഫർട്ടാണ്. 188 ഗ്രാം വെയിറ്റ് ആണ് ഈ ഫോണിന് നൽകി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഫീൽ നമുക്ക് ഉണ്ട്. അതായത് വെയിറ്റ്ലെസ് ആണ് ഫോൺ, വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഫോൺ തന്നെയാണ്. അപ്പം ഫോണിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ OnePlus എന്ന അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OnePlus എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡ് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. അപ്പം ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ ബാക്ക് സൈഡ് നൽകുന്നുണ്ട്. പിന്നെ ഫ്രെയിം ഒക്കെ അലൂമിനിയം ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാലും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് ഫ്രണ്ട് സൈഡും വരുന്നത്. അപ്പം അത്രയും സേഫ്റ്റി നമ്മുടെ ഈ ഫോണിന് ബോഡിക്ക് അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ വലതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടൺ നൽകിയിരിക്കുന്നു. അതുപോലെ നമുക്ക് പെട്ടെന്ന് വൈബ്രേഷൻ മോഡിലോട്ടൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നോഡിലൊക്കെ കണ്ടുപോലെ തന്നെ ഒരു സ്വിച്ച് അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിം ട്രേ, ടൈപ്പ് സി ചാർജിങ് സ്ലോട്ട്, അതുപോലെ തന്നെ സ്പീക്കർ ഗ്രിൽസും കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വോളിയം റോക്കസ് ബട്ടണും മുകൾ വശത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അതുമാതിരി ഇത്തരത്തിൽ OnePlus പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിക് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മനോഹര ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ക്വാളിറ്റി, ആ ഒരു മികവാർന്ന ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ 120 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റ് ഈ ഫോണിന് നൽകിയിരിക്കുന്നു എന്നത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഫോൺ. അമിതമായിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പൊ വളരെ റെസ്പോൺസീവ് ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്ന ഫോൺ. നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. ഫോൺ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 19.63 GB റിസർവ്ഡ് ആണ്. അതായത് ഒരു 8% റിസർവ്ഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കി നമുക്ക് 256 GB ബാക്കി അത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ആണെങ്കിലും നല്ല മികവുള്ള ബ്രൈറ്റ്നസ് തന്നെയാണ്. വേറെ നോഡിൽ വന്ന പോലത്തെ വിഷയങ്ങളൊന്നും ഈ ഫോണിന് തോന്നുന്നില്ല. അതുപോലെ നമുക്ക് വിഷൻ കംഫർട്ട്, ബാറ്ററി സേവർ മോഡ്, അങ്ങനെ വിവിധ തരത്തിലുള്ള മോഡുകളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഫോണിന്റെ എബൌട്ട് സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോവാം. എബൌട്ട് സെക്ഷനിലായിട്ട് ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 865 പോലെ വളരെ മികവുള്ള ഒരു പ്രോസസറാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറേജ് 12 GB റാം, 256 GB റോം. ക്യാമറ സ്പെക്കും കൊടുത്തിട്ടുണ്ട്. 48 MP+, 16 MP+, 5 MP+, 2 MP ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഫോണിന് വരുന്നതെന്നും. അതുപോലെ 120 ഹെർട്സിന്റെ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്, 6.55 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണെന്നും അവര് സെറ്റിംഗ്സിൽ എബൌട്ട് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ചാനലിൽ എനിക്കൊന്ന് രണ്ടാമത്തെ Android 11 വരുന്ന ഫോണാണ് ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പായിട്ട് ഞാൻ വിവോ V20 അൺബോക്സ് ചെയ്തപ്പം അത് Android 11 ആയിരുന്നു. അതുപോലെ ഇതും Android 11 ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഫോണാണ് എന്നത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എനിക്കൊന്ന് OnePlus 8 തോന്നുന്നു ആദ്യത്തെ Android 11 വരുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, Oxygen OS 11. ഇപ്പൊ ഈ ഒരു 11 വേർഷനിലേക്ക് വന്നപ്പോൾ തൊട്ടാണ് നമ്മുടെ ഈ ഫോണിന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ പോലും നമുക്ക് പ്രധാനപ്പെടുന്ന
പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ടൈം, ഡേറ്റ് ഇതൊക്കെ നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ഫീച്ചർ ഈ ഫോണിന് ഈ ഒരു OS 11 വന്നപ്പോൾ തൊട്ട് കിട്ടുന്നുണ്ട്. ഈ ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 6.55 ഇഞ്ചിന്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെതായ ഒരു മികവ് നമുക്ക് ഈ എന്തായാലും വീഡിയോ എക്സ്പീരിയൻസിലൊക്കെ ലഭിക്കും. കാരണം അത്രയും മികച്ചൊരു LED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് 2400x1080 പിക്സൽസ് റെസൊല്യൂഷൻ ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇനി OnePlus 8G എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ ഏതൊക്കെ കളർ വേരിയന്റിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കളറാണ് അക്വ മറൈൻ ഗ്രീൻ. അതുപോലെ തന്നെ ലൂണാർ സിൽവർ എന്ന് പറയുന്ന മറ്റൊരു കളർ വേരിയന്റിലും ഈ ഫോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2 വേരിയന്റിലും നമ്മുടെ ഈ ഫോൺ നമുക്ക് മേടിക്കാൻ കിട്ടും. 8GB റാമും 128GB ഇന്റർണൽ മെമ്മറി വരുന്നതാണ് ബേസ് വേരിയന്റ്. അതിന്റെ പ്രൈസ് വരുന്നത് 42,999 റുപ്പീസും. അതുപോലെ തന്നെ 12GB റാമും 256GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 46,000 വരും. അപ്പൊ ഏകദേശം നിങ്ങൾ 3,000 റുപ്പീസ് അഡീഷണൽ മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 256GB ഇന്റർണൽ മെമ്മറി വരുന്ന ഫോൺ എടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫേസ് ലോക്ക് സംവിധാനം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അൺലോക്ക് ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നോക്കാം. അൺലോക്ക് ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഫേസ് ലോക്ക് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അൺലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഫോണ്. ഇനി ഈ ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് സൈഡിലേക്ക് നമുക്ക് വരാം. ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു L ഷേപ്പ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പ്. അപ്പം 48 MB ഒരു മെയിൻ ക്യാം ആണ് ഇതിൻ്റെ അകത്ത് നൽകിയിരിക്കുന്നത്. വിത്ത് സോണിയുടെ സെൻസറാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. സോണിയുടെ IMX586 എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 16 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമും 5 MB മാക്രോ ക്യാമും അതുപോലെ 2 MB മോണോക്രോം ലെൻസുമാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. റയർ ക്യാമിന്റെ സ്പെക്സ് ഇതാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു പഞ്ച് ഹോൾ ക്യാം ആയിട്ടാണ് ഇതിന്റെ സെൽഫി ക്യാം നൽകിയിരിക്കുന്നത്. അത് 16 MB സെൻസറോടുകൂടി വരുന്ന സെൽഫി ക്യാം ആണ്. അതിലും നമുക്ക് സോണിയുടെ സെൻസർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. IMX471 എന്ന് പറയുന്ന സെൻസറാണ് ഫ്രണ്ടിലും നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നോഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ക്യാം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ റെയർ ക്യാം യൂസ് ചെയ്ത് നമ്മളെടുത്ത വിഷ്വൽസ് ആണ്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം എത്രത്തോളം ക്വാളിറ്റി ഇതിൻ്റെ റെയർ ക്യാമിൽ നൽകിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്യാം പെർഫോമൻസ്. അപ്പോൾ ഇതിൻ്റെ റെയർ ക്യാമും സെൽഫി ക്യാമും എല്ലാം ഡീസൻറ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൂം ടെസ്റ്റും കൂടെ ഒന്ന് കണ്ടോളൂ. ഇനി ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു OnePlus നോടായിട്ടൊരു സാമ്യം ഉള്ള ഫോൺ തന്നെ നമ്മുടെ OnePlus 8 എന്ന്.
ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് കാഴ്ചയ്ക്കും ഒരേ സൈസൊക്കെ തന്നെയാണ് തോന്നുന്നത്. ആകെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിലുള്ളൊരു പ്ലേസ്മെന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഫ്ലാഷ് നൽകിയിരിക്കുന്നതും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം മാത്രമേ തോന്നുള്ളൂ. അതുപോലെ ഈ സൈഡിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടിവശത്താണെങ്കിലും ഒക്കെ സിമിലർ കാര്യങ്ങളാണ്. രണ്ട് ഫോണിലും നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അത് നമ്മളൊരു അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെല്ലാം സെയിം സ്പെക്സ് തന്നെയാണ്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാം ആണെങ്കിൽ ഇവിടെ ഒരു ഡ്യുവൽ പഞ്ച് ഹോൾ ക്യാം ആണ് നൽകിയിരിക്കുന്നത്. അതൊക്കെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചയിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ട് ഫോണിന്റെയും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ക്യാമിൽ ഇതിൽ കുറച്ചും കൂടെ നമ്മുടെ OnePlus 8 വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കളർ എൻഹാൻസ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. മറ്റേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡള്ളായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ഇതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടൊന്ന് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വേണം. ഇതിൻ്റെ അകത്ത് എല്ലാം നൽകിയിരിക്കുന്ന മോഡുകളും കാര്യങ്ങളും സ്പെക്സും എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ എന്തോ ക്യാം ക്വാളിറ്റി കാണുമ്പം രണ്ടിനും ഒരു വ്യത്യാസമുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ക്യാമറ സെഗ്മെന്റിൽ മറ്റൊരു വ്യത്യാസം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ OnePlus 8 4K വീഡിയോസ് നമുക്ക് റെയർ ക്യാമിൽ മാക്സിമം 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ OnePlus നോഡിൽ നമുക്ക് 30 FPS വരെ പറ്റത്തുള്ളൂ. അതായത് 30 ഫ്രെയിം പെർ സെക്കൻഡ് പറ്റത്തുള്ളൂ. എന്നാൽ വേറൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus നോഡിൽ നമുക്ക് സെൽഫി ക്യാമിൽ 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ OnePlus 8 വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. മാക്സിമം 1080p റെസൊല്യൂഷനിൽ നമുക്ക് ഫ്രണ്ട് ക്യാമിൽ OnePlus 8 ഷൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ സെൽഫി ക്യാമിലുള്ള മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus നോഡിൽ നമുക്കൊരു എക്സ്ട്രാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമും കൂടെ ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വൈഡ് ആയിട്ടുള്ള പിക്സ് സെൽഫി ക്യാം യൂസ് ചെയ്ത് എടുക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ഈ 8 വരുമ്പോൾ അത്തരത്തിലൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാം നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ OnePlus 8 എന്ന് പറഞ്ഞ ഈ ഫോണിനെ കുറച്ച് പ്രോസും കോൺസും കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആർക്കൊക്കെ പറ്റിയൊരു ഫോണാണ് ഇത് എന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ പ്രോസിലേക്ക് കിടക്കാം. ആദ്യമേ ഇതിന്റെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ്. 6.55 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെയാണ്. അതുപോലെ 65 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഈ 4500 MHz ഡീസന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററിയിൽ നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. Snapdragon 865 പോലെ വളരെ ഡീസന്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു മികച്ച ഒരു പെർഫോമൻസ് തരുന്ന പ്രോസസർ ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് ക്യാം ക്വാളിറ്റി ഒക്കെ ഡീസന്റ് തന്നെയാണ്. പിന്നെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഫുൾ ആ ഒരു ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി വരുന്ന ഈ ഒരു ഫോൺ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടി പറയാം. ഡിസഡ്വാൻറ്റേജ് കാര്യമായിട്ട് പറയാനൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ഫ്രണ്ട് ക്യാമിൽ 4K റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നത് എനിക്ക് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാം നൽകിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ നൽകാത്തതിന് ചിലപ്പോൾ ഇവർക്കൊരു റീസൺ കാണും. നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു എക്സ്പീരിയൻസ് അത്രയും നഷ്ടപ്പെടണമെന്ന് കരുതിയായിരിക്കും അവർ സിംഗിൾ ആയിട്ടുള്ള ഒരു സെൻസർ മാത്രം നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് റേറ്റിംഗ് അത്ര പോരാ എന്നാണ് ഞാൻ പലയിടത്തും സ്പെക്സ് ഒക്കെ വായിച്ചത്. അപ്പോൾ അതൊക്കെയുള്ള ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് പറയാൻ ഉള്ളത്. ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ട് വശമാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറഞ്ഞല്ലേ പറ്റും, അതേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് വരുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന വളരെ മികച്ചൊരു ഫോൺ തന്നെയാണ് OnePlus 8. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഈ ഫോണൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ഫോണിന്റെ വിശേഷമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുക. ബൈ.